everyone, welcome back to our channel IAS Talks. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മെമ്പേഴ്സ് ഓഫ് ദി സോളാർ സിസ്റ്റം. സോ ലെറ്റ്സ് മൂവ് ടു ദി ടോപ്പിക്. മെമ്പേഴ്സ് ഓഫ് ദി സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിലെ മെമ്പേഴ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സോ ദ ഫസ്റ്റ് മെമ്പർ ഈസ് സൺ, സൂര്യൻ. സോ സൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറയുന്നത്. ആൻഡ് സൂര്യൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 13,91,980 കിലോമീറ്റർ ആണ്. അതുപോലെ സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള ആവറേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 149,600,000 കിലോമീറ്റർ ആണ്. ടെമ്പറേച്ചർ ഓഫ് ദ കോർ എന്ന് പറയുന്നത്, അതായത് സൂര്യൻ്റെ ഉൾഭാഗത്തെ താപനില എന്ന് പറയുന്നത് 15 crore ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേപോലെ സൂര്യൻ്റെ മാസ്, സൂര്യൻ്റെ ഭാരം എന്ന് പറയുന്നത് 3,33,000 ടൈംസ് ഓഫ് എർത്ത്. ഭൂമിയേക്കാൾ 3,33,000 മടങ്ങ് ഭാരം കൂടുതലാണ് സൂര്യന്. സൂര്യൻ്റെ റൊട്ടേഷൻ സ്പീഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഇക്വേറ്റർ 25.38 ഡേയ്സ് കൊണ്ടാണ് സൂര്യൻ എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. ആൻഡ് വിത്ത് റെസ്പെക്ട് ടു പോൾസ്, ഇനി പോൾസിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 33 ദിവസമാണ്, 33 ഡേയ്സ്. ഓക്കെ, നമുക്കറിയാം സൂര്യനിൽ ഹൈ എനർജിയാണ് പ്രൊഡ്യൂസ് ആവുന്നത്. അതായത് സൂര്യനിൽ ഹൈഡ്രജനും ഹീലിയവും അടങ്ങിയിട്ടുണ്ട്. സൂര്യനിൽ ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെ, അതായത് ഹൈഡ്രജൻ ഹീലിയമായി കൺവേർട്ട് ആകുന്നു ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെ. അപ്രകാരമാണ് സൂര്യനിൽ നിന്നും ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ് പ്രൊഡ്യൂസ് ആവുന്നത്. സൂര്യനിൽ 71% ഓഫ് ഹൈഡ്രജനും 26.5% ഓഫ് ഹീലിയമും ആൻഡ് 2.5% ഓഫ് അതർ എലമെൻസുമാണ് അടങ്ങിയിട്ടുള്ളത്. സൂര്യനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് സൂര്യൻ്റെ ഷൈനിങ് സർഫസിനെ ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്നു. ഫോട്ടോസ്ഫിയറിൻ്റെ താപനില എന്ന് പറയുന്നത് 6,000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൻഡ് നെക്സ്റ്റ് കംസ് ദ മിഡിൽ ലെയർ, മധ്യഭാഗത്തെ നമ്മൾ ക്രോമോസ്ഫിയർ എന്ന് പറയുന്നു. അവിടുത്തെ താപനില 32,400 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൻഡ് ദ ഔട്ടർ ലെയർ, അതായത് ഏറ്റവും പുറമേക്കുള്ള ഭാഗം, അത് തിൻ ഹോട്ട് ഗ്യാസസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ പേരാണ് കൊറോണ. ആൻഡ് ഇറ്റ്സ് ടെമ്പറേച്ചർ ഈസ് 27 lakh ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് സൂര്യനിൽ നിന്നും പ്രകാശം നമ്മുടെ ഭൂമിയിലേക്ക് എത്താനെടുക്കുന്ന സമയം നമുക്കറിയാം 8 minutes 20 seconds ആണ്, 8 മിനിറ്റും 20 സെക്കൻഡും. അതേപോലെ സൂര്യനിൽ നിന്നും എപ്പോഴും നിരന്തരമായിട്ട് എന്ത് ചെയ്യുന്നു, സ്ട്രീംസ് ഓഫ് പ്രോട്ടോൺസിൻ്റെ തരംഗങ്ങൾ അല്ലെങ്കിൽ സ്ട്രീംസ് എന്ത് ചെയ്യാണ്, എപ്പോഴും എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സ്പൈറൽ ആയിരിക്കും അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. സോ ഈ സ്പൈറൽ സ്ട്രീംസിനെയാണ് നമ്മൾ സോളാർ ഫ്ലയേഴ്സ് അഥവാ സോളാർ വിൻഡ്സ് എന്ന് പറയുന്നത്. ഈ സോളാർ വിൻഡ്സിൽ ഒരുപാട് പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്, ഒരുപാട് പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുണ്ട്. ഈ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പ്രവേശിക്കുകയും എർത്തിൻ്റെ അപ്പർ അറ്റ്മോസ്ഫിയറിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ ഒരു സോളാർ വിൻഡ്സ് എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ പാർട്ടിക്കിൾസ് എത്തിച്ചേരുന്നു. ആ സമയം ഈ ഒരു പ്രതിഭാസത്തെ നമ്മൾ അറോറ എന്ന് പറയും. ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് സംഭവിക്കുന്നതെങ്കിൽ അറോറ ബൊറിയലിസ് എന്നും, സദേൺ ഹെമിസ്ഫിയറിലാണ് സംഭവിക്കുന്നതെങ്കിൽ ഈ ഒരു പ്രതിഭാസത്തെ അറോറ ഓസ്ട്രേലിയ എന്നും നമ്മൾ പറയുന്നു. ഇനി സൂര്യനിൽ നമ്മൾ കാണപ്പെടുന്ന ബ്രൈറ്റ് സ്പോട്ട്സ്, അതിനെ പറയുന്ന പേരാണ് പ്ലേക്സ്. ആൻഡ് ഡാർക്ക് സ്പോട്ട്സിനെയോ സൺസ്പോട്ട്സ് എന്നും പറയപ്പെടുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സൂര്യനെ പറ്റി അല്ലെങ്കിൽ സണ്ണിനെ പറ്റി പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. സോ നമുക്ക് പോയിന്റ്സ് വേഗം ഒന്ന് റീകളക്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞു സൺ എന്ന് പറയുന്നത് ദ നിയറസ്റ്റ് സ്റ്റാർ ടു ദ എർത്ത് ആൻഡ് ഇറ്റ്സ് ഡയമീറ്റർ ഈസ് 13,91,980 കിലോമീറ്റർ, ഓർ നമുക്ക് 14 lakh കിലോമീറ്റർ എന്ന് പറയാം. ആൻഡ് ദ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്, സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആവറേജ് ദൂരം എന്ന് പറയുന്നത് 14,96,00,000 കിലോമീറ്റർ ആണ്. അഥവാ നമുക്ക് 150 ബില്യൺ കിലോമീറ്റർ എന്നും പറയാൻ സാധിക്കും റൗണ്ട് ചെയ്ത്. സൂര്യൻ്റെ മാസ് എന്ന് പറയുന്നത് ഭൂമിയേക്കാൾ 3,33,000 മടങ്ങ് കൂടുതലാണ്. ആൻഡ് സൂര്യൻ്റെ റൊട്ടേഷൻ സ്പീഡിനെ നമ്മൾ പറയുകയാണെങ്കിൽ ഇക്വേറ്ററുമായി താരതമ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇക്വേറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ 25.38 ദിവസവും പോൾസിൻ്റെ ധ്രുവങ്ങളുടെ അടിസ്ഥാനത്തിൽ 33 ദിവസവുമാണ് സൂര്യൻ റൊട്ടേറ്റ് ചെയ്യാനെടുക്കുന്ന വേഗത എന്ന് പറയുന്നത്. സൂര്യൻ്റെ കോറിലെ ടെമ്പറേച്ചർ, അതായത് സൂര്യൻ്റെ ഉൾഭാഗത്തെ കോറിലെ താപനില എന്ന് പറയുന്നത് 15 crore ഡിഗ്രി സെൽഷ്യസ് ആണ്.
ആൻഡ് അതേപോലെ നമ്മൾ പറഞ്ഞു സൂര്യനിൽ ഹൈഡ്രജൻ ആൻഡ് ഹീലിയമാണ് അടങ്ങിയിട്ടുള്ളത്. ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെ ഹൈഡ്രജൻ എന്തായി മാറുന്നു? ഹീലിയമായി കൺവേർട്ട് ആകുന്നു. അപ്രകാരം ഹൈഡ്രജൻ ഹീലിയമായി കൺവേർട്ട് ചെയ്യുന്നതിലൂടെയാണ് ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ് എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് 71% ഓഫ് ഹൈഡ്രജനും 26.5% ഓഫ് ഹീലിയം 2.5% ഓഫ് അതർ എലമെൻസുമാണ് സൂര്യനിൽ അടങ്ങിയിരിക്കുന്നത്. സൂര്യനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം: ഷൈനിങ് സർഫസ്, മിഡിൽ ലെയർ ആൻഡ് ഔട്ടർ ലെയർ. ഷൈനിങ് സർഫസിനെ ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്നു. ഇറ്റ്സ് ടെമ്പറേച്ചർ ഈസ് 6000 ഡിഗ്രി സെൽഷ്യസ്. മിഡിൽ ലെയറിനെ ക്രോമോസ്ഫിയർ എന്ന് പറയുന്നു. 32,400 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് ദ ഔട്ടർ ലെയർ ഈസ് കാൾഡ് കൊറോണ ആൻഡ് ഇറ്റ്സ് ടെമ്പറേച്ചർ ഈസ് 27 lakh ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലേക്ക് എത്താനെടുക്കുന്ന സമയം 8 മിനിറ്റും 20 സെക്കൻഡുമാണ്. സൂര്യനിൽ നിന്നും നിരന്തരമായിട്ട് പ്രോട്ടോണിൻ്റെ തരംഗങ്ങൾ എന്ത് ചെയ്യുന്നു? എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് സ്പൈറൽ രൂപത്തിലാണ് എമിറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിനെ നമ്മൾ സോളാർ ഫ്ലെയേഴ്സ് അഥവാ സോളാർ വിൻസ് എന്ന് പറയുന്നു. ഈ സോളാർ ഫ്ലെയേഴ്സിൽ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുണ്ട്. ഇതെന്ത് ചെയ്യുന്നു? ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പ്രവേശിക്കുകയും ഭൂമിയുടെ അപ്പർ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തിച്ചേരുന്നു. ഈ ഒരു പ്രതിഭാസത്തെ അറോറ എന്ന് പറയുന്നു. ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് സംഭവിക്കുന്നതെങ്കിൽ ഇതിനെ അറോറ ബൊറിയലിസ് എന്നും, ഇനി സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ അറോറ ഓസ്ട്രേലിയ എന്നും പറയുന്നു. ആൻഡ് ദ ഫൈനൽ പോയിന്റ് ഈസ് ദാറ്റ് സൂര്യനിൽ കാണപ്പെടുന്ന ബ്രൈറ്റ് സ്പോട്ട്സിനെ പ്ലേഗ്സ് എന്നും ആൻഡ് ഡാർക്ക് സ്പോട്ട്സിനെ സൺ സ്പോട്ട്സ് എന്നും അറിയപ്പെടുന്നു. So that's all about sun. Stay tuned to this channel for more videos.